Hi all, welcome to Competitive Cracker. ഞാൻ റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇനി ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ജനറൽ പേപ്പറിലെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അത്യാവശ്യം ബേസിക് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ജനറൽ പേപ്പറിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള റിലേറ്റഡ് ഫാക്റ്റുകൾ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. ദ മൈൻഡ് ഓഫ് ദ മേക്കേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഈ താഴെ പറയുന്നതിൽ ഏതിലാണ് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൻ്റെ ആ ഒരു നമ്മുടെ ഈ പറയുന്ന മേക്കേഴ്സിൻ്റെ ആ ഒരു എയിം കാര്യങ്ങൾ, മൈൻഡ് കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത് താഴെ പറയുന്നതിൽ ഏത് ഭാഗത്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗത്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിയാമ്പിൾ തന്നിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നിട്ടുണ്ട്, DPSP ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മേക്കേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അവരുടെ എയിംസ്, അതല്ലെങ്കിൽ ഇനിയുള്ള ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ കാര്യങ്ങളെ കുറിച്ചെല്ലാമുള്ള ഒരു ധാരണ നമുക്ക് കിട്ടുന്നത് എവിടുന്നാണ്? ഈ പറയുന്ന പ്രിയാമ്പിളിൽ നിന്നാണ് അല്ലെ. പ്രിയാമ്പിളിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെ ആ ഒരു മൈൻഡ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എവിടെയാണ്? ഈ പ്രിയാമ്പിളിലാണ് എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ഇവിടെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്ന സമയത്ത് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഐഡിയ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടുന്നാണ്? USA എന്നാണ്. ഓക്കെ, USA എന്നാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഐഡിയ കടമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയാമ്പിളിന്റെ ശില്പിയായിട്ട്, ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചേക്കുക. ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ഈ പറയുന്ന പ്രിയാമ്പിളിന്റെ ആർക്കിടെക്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അമേരിക്കയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ആശയം കടമെടുത്തിട്ടുള്ളത്. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുക. അപ്പോൾ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഓക്കെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് 1946 ഡിസംബർ 13 അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്? പ്രിയാമ്പിൾ ആയിട്ട് പിന്നീട് ആമുഖമായിട്ട് പിന്നീട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് ഓർമ്മിച്ച് വെക്കുക. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ പ്രിയാമ്പിളിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകാനുണ്ട്. പക്ഷേ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നിങ്ങൾക്ക് എന്നെ പ്രീവിയസ് സെല്ലിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ടാണ് എന്നുള്ളത്. അപ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. ഇന്ത്യയിലെ ജനങ്ങളായ നാം, അതല്ലെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ജനങ്ങളാണ് ഏറ്റവും എന്തായിട്ട് കാണുന്നത്, പരമാധികാരിയായിട്ട് ഇവിടെ കണക്കാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം, നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നത്. എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്? സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ ഓർമ്മിച്ച് വയ്ക്കുക. എങ്ങാനും ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ നേച്ചർ ഓഫ് സ്റ്റേറ്റ് എങ്ങനെയാണ് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചാൽ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടാണ് ഇന്ത്യനെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞു പോകുന്ന 3 ടൈപ്പ് ഓഫ് നീതികളുണ്ട്. ഓക്കെ, ജസ്റ്റിസ് എന്ന് പറയുന്നത് എത്ര എണ്ണാണ് പറയുന്നത്? 3 തരത്തിലാണ് പറയുന്നത്. അതിൽ സോഷ്യൽ ഉണ്ട്, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഓക്കെ, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ചാണ് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം ഓർമ്മിച്ച് വെക്കാനുള്ളത്, ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന ഐഡിയ നമ്മൾ എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. USSRൽ നിന്നാണ് കേട്ടോ, റഷ്യയിൽ നിന്നാണ്, റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഐഡിയ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സോഷ്യലും ഇക്കണോമിക്കലും പൊളിറ്റിക്കലും ആയിട്ടുള്ള നീതിയെ കുറിച്ചാണ് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ലിബർട്ടി, അതുപോലെ തന്നെ ജനങ്ങളുടെ ആ ഒരു സ്വാതന്ത്ര്യവുമായി സംബന്ധിച്ചുകൊണ്ട് എന്തൊക്കെയാ പറയുന്നത്? ലിബർട്ടി ഉണ്ട്, അതുപോലെ തന്നെ ഇക്വാലിറ്റി ഉണ്ട്, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന
കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഈ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ഏത് വിപ്ലവത്തിന്റെ ഐഡിയോളജീസ് ആണ്? നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് 1789 കാലഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തു പോകുന്ന ഈ ഐഡിയോളജീസ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുക. അപ്പൊ നീതി എന്ന് പറയുന്നത് റഷ്യ റവല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവിടെ ഓർമ്മിച്ച് വെക്കുക. ഇനി മറ്റൊരു ചോദ്യം ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തു പോകുന്ന ഒരേ ഒരു ഡേറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് വരുന്നത്? ഈ പറയുന്ന 1949 നവംബർ 26. ഓക്കെ, 1949 നവംബർ 26 നമ്മുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തു പോകുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ഡേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഭരണഘടനാ ദിനമായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ എല്ലാ വർഷവും കൊണ്ടാടുന്നത് എന്നാണ്? ഈ പറയുന്ന നവംബർ 26 അന്നാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത്, എനാക്ട് ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഭരണഘടന പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തു പോകുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 1949 നവംബർ 26 എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, പിന്നീട് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതാണ് ജാനുവരി 26, 1950 എന്ന് പറയുന്നത് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് കൊണ്ടാടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രിയാമ്പിളിന്റെ ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഈ പറയുന്ന പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു തവണ മാത്രമാണ് പ്രിയാമ്പിൾ എന്ത് ചെയ്തിട്ടുള്ളത്? അമെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. അത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന് ചോദിച്ചാൽ 42ാമത്. ഓക്കെ, 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് അമെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചേക്കും. ആദ്യത്തേതാണ് അല്ലെങ്കിൽ ഒരേ ഒരു തവണ എന്ന് പറയുന്നത് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരേ ഒരു തവണ മാത്രമാണ്. അതിലൂടെയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ഈ പറയുന്ന സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ 3 വാക്കുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരമാണ്. ആ ഒരേ ഒരു തവണ മാത്രമാണ് നമ്മുടെ പ്രിയാമ്പിള് അമെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രിയാമ്പിളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ കാണാം, ഒന്നുകൂടെ മനസ്സിലാവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ച് കണ്ടിട്ട് ഈ ഭാഗം ഒന്ന് പ്രിയാമ്പിളിന്റെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രിയാമ്പിളിന്റെ ഭാഗത്ത് നിന്ന് മാത്രം നിങ്ങൾ പഠിച്ചു പോവാം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വാസ് ദ കോൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫ്രം ദ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന താഴെ പറയുന്നതിൽ ഏത് ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അതല്ലെങ്കിൽ ഈ ഒരു ഐഡിയ നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആർട്ടിക്കിൾ 14, 15, 16, 17. അപ്പോൾ റൂൾ ഓഫ് ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരം അവിടെ നമുക്ക് കിട്ടിയിരിക്കണം. ഏതാണ് വരുന്നത്? ഈ പറയുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾ പഠിച്ചു പോവുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് പല തവണയായിട്ട് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആർട്ടിക്കിൾ 14 എന്തിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിലുള്ള തുല്യതയെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന റൈസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഇതിന്റെയൊക്കെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ആർട്ടിക്കിൾ ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് എന്താണ്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്, പൊതു തൊഴിലിന്റെ കാര്യത്തിലുള്ള എന്താണ് ഇക്വാലിറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 17 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞത് അബോളിഷ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ഈ പറയുന്ന
ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പാസ്സാക്കിയിട്ടുള്ളത് താഴെ പറയുന്നതിൽ ഏത് ആർട്ടിക്കിൾ ആണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 17 ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 18 നമുക്ക് വരുന്നുണ്ട്. എന്താണ്? ടൈറ്റിൽസ് അല്ലെ, ടൈറ്റിൽസ് റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. അപ്പൊ 14 തൊട്ട് 18 വരെയുള്ള ഈ ഒരു തുല്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്രയും ആർട്ടിക്കിൾസ് ഇവിടെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഓർമ്മിച്ചു വെച്ചു. ഇത് നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ, എക്സാമിന് വന്നാലും പലതും ചോദിച്ചിട്ടുള്ളതാണ്, ഇനി വന്നാലും നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്ലി റിലേറ്റഡ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ തന്നിട്ടുണ്ട്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് തന്നിട്ടുണ്ട്, റൈറ്റ് ടു പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടാത്തത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. ഏതാണ് വരുന്നത്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ്. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ ആദ്യം 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ പിന്നീട് ഈ പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഒന്നാമത്തെ രണ്ടാമത്തെ മാത്രമാണ് അല്ലെ. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ ഇപ്പൊ പഠിച്ചതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ആർട്ടിക്കിൾ 31 കിടക്കുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് തന്നെയാണ് അത് ഉണ്ടായിരുന്നത്. പക്ഷെ അത് എന്ത് ചെയ്തു? നമ്മുടെ 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരം 1978 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരം ഈ പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നും റിമൂവ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ നിലവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഫണ്ടമെന്റൽ റൈറ്റിൽ ഉണ്ടായിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? നിലവിൽ ഒരു ലീഗൽ റൈറ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചേക്കുക. ലീഗൽ റൈറ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എവിടെയാ ഇപ്പൊ കിടക്കുന്നത്? ആർട്ടിക്കിൾ 300A ഭാഗം 12 ഓക്കെ, ആർട്ടിക്കിൾ 300A ഭാഗം 12 റൈറ്റ് ടു പ്രോപ്പർട്ടി കിടക്കുന്നത്. അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടിനെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ് എന്ന് ചോദിച്ചാൽ 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മാച്ച്ഡ് കറക്റ്റ്ലി? ഇതിൽ ഏതാണ്? നമ്മൾ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് പാർട്ടുകൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് അതിൽ എന്താണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. സോ പാർട്ട് 4 ആണല്ലേ, പാർട്ട് 4 ആണ് നമ്മുടെ ഇതിൽ കറക്റ്റ്ലി മാച്ച് അല്ലാത്തത് എന്ന് പറയുന്നത്. ഏതാണ് വരുന്നത്? പാർട്ട് 4 ആണ് വരുന്നത്. കാരണം എന്താ? പാർട്ട് 4A നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ പാർട്ട് 6 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതല്ല, ഏതാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം പാർട്ട് 4A ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏത് ആർട്ടിക്കിൾ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 51A നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ റഷ്യയിൽ നിന്നാണ്. ഓക്കെ, റഷ്യയിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിനെ കുറിച്ച് പറയുന്ന, പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്, അതുപോലെ തന്നെ പാർട്ട് 3 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 4A ഇതിനെ കുറിച്ച് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞു പോകുന്നതായിട്ട്. ആർട്ടിക്കിൾ 51 എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ഡ്യൂട്ടീസ് ആണ് വരുന്നത്? 11 അല്ലെ. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. സോ ആ കാര്യങ്ങൾ കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്ന സമയത്ത് ദ ആർട്ടിക്കിൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സജസ്റ്റ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അറ്റ് ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കമ്പൾസറി ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. താഴെ പറയുന്നതിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, അതല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 17 തന്നിട്ടുണ്ട്, 21 തന്നിട്ടുണ്ട്,
21, എ തന്നിട്ടുണ്ട്, 24 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, പലതവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. സോ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏത് ആർട്ടിക്കിളിലാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലികാവകാശമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്, കമ്പൽസറി ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത് ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം ഒന്ന് അവിടെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അമെൻമെന്റും കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെക്കണേ, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ദ ലോൺ കമ്മ്യൂണിസ്റ്റ് മെമ്പർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് വരുന്നത്? സോമനാഥ് ലഹീരിയാണ് അല്ലെ. സോമനാഥ് ലഹീരിയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അദ്ദേഹമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് സോമനാഥ് ലഹീരിയാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്? 1946 ഡിസംബർ 6-നാണ് ഇത് ഫോം ചെയ്യുന്നതായിട്ട്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ 1946 ഡിസംബർ മാസം തന്നെ, ഡിസംബർ 9-ാം തീയതിയാണ് ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നതായിട്ട്, പ്രഥമ സമ്മേളനം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസംബർ 9-നാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സമ്മേളനത്തിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. ഓക്കെ, സച്ചിദാനന്ദ സിൻഹയായിരുന്നു അതിന്റെ അധ്യക്ഷനായിട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഡിസംബർ 11-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ സ്ഥിരം അധ്യക്ഷനായിട്ട്, ഓക്കെ, പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെന്നായിരുന്നു? ഡിസംബർ 11-ന്. ഇനി അത് കഴിഞ്ഞ് ഒരു ഡേറ്റ് കൂടെ നമുക്ക് ഇവിടെ ഓർമ്മിച്ച് വെക്കാനുണ്ട്, ഡിസംബർ 13 എന്ന് പറയുന്നത്. ഈ ഡിസംബർ 13-നാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രിയാമ്പിളിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ, ജവഹർലാൽ നെഹ്റു എന്ത് അവതരിപ്പിച്ചു എന്നുള്ളത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് പിന്നീട് നമ്മൾ പ്രിയാമ്പിളായിട്ട് മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 13-നാണ്. അപ്പോൾ 1946 ഡിസംബർ നമ്മൾ പറയുമ്പോൾ 4 ഡേറ്റുകൾ, 6, 9, 11, 13 എന്ന് പറയുന്ന ഈ 4 ഡേറ്റുകൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതെന്തായാലും അവിടെ പഠിച്ചു വെക്കുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗത്ത് നിന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി മറ്റൊരു ചോദ്യം, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റഡ്? ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ആർട്ടിക്കിളിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 22 തന്നിട്ടുണ്ട്, 13 ഉണ്ട്, 17 ഉണ്ട്, അതുപോലെ തന്നെ 24 തന്നിട്ടുണ്ട്. അപ്പൊ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് പറഞ്ഞു പോകുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? 23-ാമത്തെയും 24-ാമത്തെയും ആർട്ടിക്കിളിലാണ് എന്ത് പറഞ്ഞു പോകുന്നത്? ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതിൽ ചൈൽഡ് ലേബർ എന്ന് പറയുന്നത്, ബാലവേല എന്ന് പറയുന്നത് നിരോധിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ 24 അല്ലെ. ആർട്ടിക്കിൾ 24-ലാണ് ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. കറണ്ട് അഫെയറിന്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ജൂൺ 12-നാണ് നമ്മൾ എന്ത് ഡേ ആയിട്ട് കൊണ്ടാടുന്നത്? വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബാലവേല വിരുദ്ധ ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് ജൂൺ 12 എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ആർട്ടിക്കിൾ 23-ഉം 24-ഉം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 23 എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായി, മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 24 എന്താണ്? ഈ പറയുന്ന ചൈൽഡ് ലേബർ ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും എന്താണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഓക്കെ, എക്സ്പ്ലോയിറ്റേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾ ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗത്തുനിന്ന് പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഇപ്പൊ നമ്മുടെ 17 ഒക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ പറയുന്ന അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന, അബോളിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന
ആർട്ടിക്കിളാണ് എന്നുള്ള കാര്യമൊക്കെ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കാറായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതെന്തായാലും ഉറപ്പിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ എക്സാമിന് മുന്നോടിയായിട്ട് അത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ പോവാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം വരുന്നത് നോ സിറ്റിസൺ ഷാൾ ബി ഡിനൈഡ് അഡ്മിഷൻ ഇൻ ടു എനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ റിസീവിംഗ് എയ്ഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഫണ്ട്സ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ഓൺലി റിലീജിയൻ, റൈസ്, കാസ്റ്റ്, ലാംഗ്വേജ് ഓർ എനി ഓഫ് ദം. നമ്മുടെ ഈ പറയുന്ന ഇത് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞു പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ആളും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തിയുടെ റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ് അതല്ലെങ്കിൽ അയാളുടെ ലാംഗ്വേജ് അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെയും ബേസിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അണ്ടറിലുള്ളതോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ എയ്ഡ് റിസീവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന അഡ്മിഷൻ എന്ന് പറയുന്നത് ഡിനേ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു പോകുന്ന ആർട്ടിക്കിൾ 29 അല്ലെ, ആർട്ടിക്കിൾ 29 പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഇത്. ഓക്കെ, അപ്പോൾ 29 ആൻഡ് 30 എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ 29 എന്ത് പറഞ്ഞു പോകുന്നത്, ഈ പറയുന്ന ഒരു വ്യക്തിനെ അയാളുടെ കാസ്റ്റിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ അയാളുടെ ബർത്ത് പ്ലേസിൻ്റെയോ കാര്യത്തിൻ്റെ ഒന്നിൻ്റെ ബേസിൽ അയാൾക്ക് ഈ പറയുന്ന സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റിൻ്റെ സ്കൂളിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എയ്ഡ് പ്രവർത്തിക്കുന്ന സ്കൂളിലോട്ടോ അഡ്മിഷൻ ഡിനൈ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ആർട്ടിക്കിൾ 30 പറഞ്ഞു പോകുന്നതാണ് മൈനോറിറ്റീസിൻ്റെയൊക്കെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്യുന്നതിനുള്ള റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് 29-ലും 30-ലും ആയിട്ട് പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഒന്ന് എൻഷുർ ചെയ്യുക ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം വരുന്നത് ഇതാണ്, ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഈസ് മെൻഷൻ അണ്ടർ വിച്ച് ആർട്ടിക്കിൾ. നമ്മുടെ ഈ പറയുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമുക്ക് എന്താണ് നമ്മുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന എക്സ്പ്രസ് ചെയ്യുന്നതിനൊക്കെയുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് താഴെ പറഞ്ഞതിൽ ഏത് ആർട്ടിക്കിൾ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 18, 19, 20, 21 എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. ആർട്ടിക്കിൾ 19 അല്ലെ, അപ്പൊ ആർട്ടിക്കിൾ 19 സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു അമേരിക്കയിൽ നിന്നാണ് USA നിന്നാണ് നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. പാർട്ട് 3 ഭാഗം 3 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് മെൻഷൻ ചെയ്തു പോകുന്നത്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റിസിബിൾ ആണ്. ഓക്കെ, ജസ്റ്റിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇത് വയലേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോർട്ടിനെ സമീപിക്കാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസോ DPSP ഒക്കെ നോക്കുന്ന സമയത്ത് അത് എന്താണ്? നോൺ ജസ്റ്റിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കോർട്ടിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും ആർട്ടിക്കിൾ 32 പ്രകാരം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മിക്കുക. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് മെൻഷൻ ചെയ്തു പോകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയുള്ള ആർട്ടിക്കിൾസ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിൾ വരുന്നതാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? റൈറ്റ് ടു ലൈഫ് അല്ലെ, റൈറ്റ് ടു ലൈഫിനെ കുറിച്ച് പറഞ്ഞു പോകുന്ന, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടീനെ കുറിച്ച് പറഞ്ഞു പോകുന്നതാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ആ കാര്യം കൂടെ അവിടെ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുമ്പോൾ ഫൈൻഡ് ഔട്ട് ദ റിറ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിലീസ് ആൻ ഇല്ലീഗലി ഡീറ്റെയിൻഡ് പേഴ്സൺ ഫ്രം കസ്റ്റഡി. ഓക്കെ, അന്യായമായിട്ട് തടങ്കിൽ വെച്ചിട്ടുള്ള ഒരാളെ എന്താണ് പുറത്തുവിടുന്നതിനായിട്ട്, തടവിൽ നിന്ന് പുറത്തുവിടുന്നതിനായിട്ട് നമ്മൾ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹെബിയസ് കോർപ്പസ് ആണ് അല്ലെ. ഇനിയിപ്പോൾ അതിൽ ഉത്തരത്തിലോട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഏതാണ്? അന്യായമായിട്ട് തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരാളേന
എന്താണ് റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു റിട്ടാണ് ഈ പറയുന്ന ഹെബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റിസബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ജസ്റ്റിസബിൾ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ആർട്ടിക്കിൾ 32 എന്തിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത്, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതായിട്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളിലാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 32. ഈ ആർട്ടിക്കിൾ 32 പ്രകാരം നമ്മൾ എത്ര റിട്ടുകളാണ് പുറപ്പെടുവിക്കുന്നത്, 5 റിട്ടുകളാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. പ്രൊഹിബിഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സെർച്ച്യോററി വരുന്നുണ്ട്, മാൻഡമസ് വരുന്നുണ്ട്, ഹെബിയസ് കോർപ്പസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റൊന്നുകൂടെ വരുന്നുണ്ട് നമ്മുടെ ക്വാ വാറണ്ടോ എന്ന് പറയുന്നത്. ഓക്കെ, ക്വാ വാറണ്ടോ എന്ന് പറയുന്ന മറ്റൊരു റിട്ട് കൂടെ ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 32 പ്രകാരം 5 റിട്ടുകളാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. ഓക്കെ, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് B.R. അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് താഴെ പറയുന്നതിൽ ഏത് ആർട്ടിക്കിളിനെയാണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആർട്ടിക്കിൾ 32 എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇതിൽ 5 റിട്ടുകളാണ് പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, 5 റിട്ടുകൾ. ഓക്കെ, ഈ റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എവിടുന്നാണ്, ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, റിട്ട് ബ്രിട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പ്രാസ് ഒപ്പിച്ച് പഠിച്ചാൽ മതി. റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം 5 റിട്ടുകളാണ് പുറപ്പെടുവിക്കുന്നത്. അത് ആർക്കൊക്കെ റിട്ട് പുറപ്പെടുവിക്കുന്നത് അവകാശം വരുന്നത്, സുപ്രീം കോടതിക്ക് വരുന്നുണ്ട്, ഹൈക്കോടതിക്ക് വരുന്നുണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കോർട്ടിലോട്ട് പോകാൻ പറ്റും, ജസ്റ്റിസബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് പ്രകാരം 5 റിട്ടുകൾ, അത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കുന്നതിൽ അവകാശമുണ്ട്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിൽ അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അതേസമയം ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിൽ അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ റിട്ടുകളും എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെപ്പറേറ്റ് ക്ലാസ്സുകളോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ എന്താണ് ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു പോകാനുള്ളത്. പലതും എന്താണ് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ ക്ലിയർ ആക്കി വെച്ചുകൊണ്ട് തന്നെ എക്സാമിൽ പോവാം കേട്ടോ. അതുപോലെ തന്നെ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സെറ്റ് എക്സാമിനായിട്ട് മുന്നിലുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതുപോലെ തന്നെ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ്, ഇതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു എന്താണ് എക്സാമിൻ്റെ ആ ഒരു എന്താണ് എക്സാം റിക്വയർ ചെയ്യുന്ന ആ ഒരു ലെവലിൽ പഠിച്ചു വേണ്ട ദിവസങ്ങളാണ്. ഒരുപാട് മോക്ക് ടെസ്റ്റുകളാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഇനി എവിടെയാണ് ഇമ്പ്രൂവ് ആക്കേണ്ടത് എന്നൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പോകേണ്ട ദിവസങ്ങളാണ്. അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ക്രാഷ് ബാച്ച് കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 50 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് ആണ് വരുന്നത്. അതിൽ 45 hours ആണ് അതിൽ വരുന്നത്. ഓക്കെ, 50 days 45 hours ആണ് ഇൻക്ലൂഡഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ബൂസ്റ്റർ ബാച്ചിൽ ഇതിൽ നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മോക്ക് ടെസ്റ്റുകളാണെങ്കിലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കാര്യങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന, അതുപോലെ തന്നെ നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബാച്ചാണ്. സോ ഈ ഒരു ബാച്ചിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് താഴെ നമ്മൾ ഫോം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ക്വറീസ് കാര്യങ്ങൾ എന്താണോ എന്നുള്ളതിൽ മെൻഷൻ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെ പഠിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് മറക്കാതെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.